എറണാകുളത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് എന്നുള്ള വാർത്ത വരുന്നു. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ജീവനക്കാരനായ അബ്ദുൾ ജലീലിനാണ് 4 ലക്ഷം രൂപ നഷ്ടമായത്. യൂണിയൻ ബാങ്കിന്റെ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു ഈ തട്ടിപ്പ്. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് ഒരു യുവാവ്. തട്ടിപ്പിന് ഇരയായത് കേരള അഗ്രോ മെഷീനറി ലിമിറ്റഡ് ജീവനക്കാരനായ അബ്ദുൾ ജലീലാണ്. ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഏതാണ്ട് 4 ലക്ഷത്തിലധികം രൂപയാണ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത്. അതും തട്ടിപ്പിന് ഇരയായത് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത് യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടായിരുന്നു. പക്ഷേ ആ യൂണിയൻ ബാങ്കിന്റെ ഒരു വ്യാജ ആപ്ലിക്കേഷൻ ഫോണിൽ ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഇദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടത്. ആ പണം എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോൾ അബ്ദുൾ ജലീൽ തന്നെ 24 വിശദീകരിക്കും. നമ്മൾ മുൻപൊക്കെ കേട്ടിരുന്നു, അതായത് OTP ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ വന്നാൽ അങ്ങനെ ആർക്കും കൈമാറാൻ പാടില്ലെന്ന് ബാങ്കിന്റെ ഒരു അലേർട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് OTP നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നു, പിന്നാലെ പൈസ ഡെബിറ്റ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ബോധവാന്മാരാണ്, 100% ബോധമുണ്ട്. പക്ഷേ നമ്മൾ അറിയാത്ത മറ്റൊരു രീതിയാണ് ഇതിൽ കണ്ടത്. ഈ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 2:30 ഉച്ചയ്ക്ക് 2:30 എനിക്കൊരു OTP വരുന്നു, പണം പോകുന്നു. അങ്ങനെ 3 തവണ ആയിട്ട് അങ്ങനെ ഡെബിറ്റായി പോകുന്നു. അപ്പം ബാങ്കിലേക്ക് ഉടൻ തന്നെ പോയി അക്കൗണ്ട് ഫ്രീസായി. പിന്നെ ഞാൻ നേരിട്ട് സൈബർ സെൽ പോലീസിലേക്ക് പോയി. ഓൾറെഡി സൈബർ സെൽ ഓൺലൈൻ പരാതി കൊടുത്തതിന് ശേഷം സൈബർ സെൽ പോലീസ് പോയപ്പോഴാണ് എൻ്റെ ഫോൺ എടുത്തിട്ട് അവർ ഈ എന്താണ് കാര്യം കണ്ടെത്തി. കാരണം എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ അകത്ത് 2 ദിവസം മുമ്പ് വാട്സപ്പ് വഴിയോ SMS വഴിയോ ഞാൻ അറിയില്ല, അവർ പറയുന്നതാണ് വഴിയോ എനിക്ക് യൂണിയൻ ബാങ്കിൻ്റെ വ്യോം ആപ്പ്, ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ സെയിം അതേ പിക്ചറിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ മറ്റൊരു ആപ്പ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ അനിയന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അറിയാതെ അറിയില്ലല്ലോ അത് ഒറിജിനലാണെന്ന് കരുതി അതിൻ്റെ മുകളിൽ തൊട്ടതാവാം ഇത് ഹാക്ക് ചെയ്യപ്പെട്ടത്. പിന്നീട് ബാക്ക് അടിച്ചിട്ട് അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നീട് തൊടുമ്പോൾ അത് ഒറിജിനൽ ആപ്പിലാണ് ഞാൻ പിന്നെ തൊട്ടത്. അപ്പോൾ എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. 2 ആപ്പ് ഫോണിലുണ്ടായിരുന്നു. 2 ആപ്പ് ഫോണിലായിരുന്നു. ഈ 2 ആപ്പുകൾ നമ്മൾ അറിയുന്നില്ലല്ലോ, 2 ഒന്നാന്നല്ല മനസ്സിലാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയും സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ എൻ്റെ IFSC കോഡ് അക്കൗണ്ട് നമ്പർ അവർക്ക് കാണാൻ പറ്റുകയും പിന്നീട് 1 മണിക്കൂർ കഴിയും എനിക്ക് ഒരു OTP വരികയും പൈസ പോയി, OTP വരികയും പൈസ പോവുകയും. ഞൊടിയിടയിലാണ് സംഭവിച്ചത്. പിന്നെ നോക്കുന്ന സമയത്ത് പിന്നെ ഇത് പൈസ പോയ രീതി എന്ന് പറഞ്ഞാൽ CC അവന്യൂ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി പൈസ പോയിട്ട് അവർ ആ കക്ഷി അഥവാ ഈ ഫ്രോഡ് നടത്തിയ കക്ഷി എന്തോ പർച്ചേസ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ ക്യാഷ് പോയത്. ഈ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാഷ് ഞാൻ PF ലോൺ എടുത്ത ക്യാഷാണ്. ഈ ക്യാഷ് വീട് പണിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി, അതുപോലെ തന്നെ എൻ്റെ പിന്നെ സിസ്റ്റർ വീട് പണിക്കുള്ള ക്യാഷും കൂടിയാണ് ഈ 4,03,000 രൂപ. 4 ലക്ഷം പോയതല്ല, 3 തവണയായിട്ട് 1,99, 66, പിന്നെ 40 സംതിങ്, അങ്ങനെയാണ് 4,03,000 പോയത്. നമ്മൾ ഓരോരുത്തരും ജാഗ്രതയിൽ നിൽക്കണം. കാരണം ഓരോ ദിവസവും പല വിധത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അബ്ദുൾ ജലീൽ. എറണാകുളത്ത് നിന്നും വിനോദ് കുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24.